പത്തനംതിട്ടയിലേക്ക്. അവിടെ അടൂരിൽ യുവതിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയെന്ന് സ്ഥിരീകരിക്കുന്നു പോലീസ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. സുഹൃത്തിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുകയും ചെയ്തു. മകളുടെ മരണം കൊലപാതകമാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. അവൻ തന്നെ ചെയ്തതാ സാറേ. എനിക്ക് സംശയം, ഞങ്ങൾക്ക് മൊത്തത്തിൽ സംശയമാണ്. ഓൾറെഡി അവൻ്റെ ബൈക്ക് ഉണ്ടല്ലോ അവിടെ, അവൻ തന്നെ ചെയ്തതാ, അല്ലാതെ എൻ്റെ കൊച്ചു ചെയ്യത്തില്ല. ഞങ്ങൾക്ക് സംശയമല്ല ചെയ്തതാ. എന്നിട്ട് ചെയ്തിട്ട് അവൻ തന്നെ എല്ലാവരെയും വിളിച്ചറിയിച്ചു. ഇവിടെ ഓൾറെഡി ആൾ ഫസ്റ്റ് ടൈമിൽ വരുമ്പോൾ ആളിവിടെ ഈ സിറ്റിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് വേറെ ഇനി പേരുണ്ടോയെന്ന് അറിയത്തില്ല. ഇത്രയും എന്നാ വിളിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, ഇന്നലെ ഏകദേശം ഈ സമയത്താണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. ആ സ്ത്രീ വിവാഹ മോചിതയായിരുന്നു. അവിടേക്ക് ഈ സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർക്ക് മുന്നിൽ കാണുന്നത് രണ്ടുപേരുടെയും ശരീരത്തിൽ രക്തക്കരകൾ ഉണ്ടായിരുന്നു. തൂങ്ങി മരിച്ചു നിൽക്കുകയായിരുന്നു ഈ ഷഹന എന്ന സ്ത്രീ. കൊലപാതകമാണെന്ന് കുടുംബം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ എന്താണ് മനസ്സിലാവുന്നത്? ആത്മഹത്യയാണെങ്കിൽ അതിനുള്ള കാരണം എന്തായിരുന്നു? ഷിഹാസ്, ഇന്നലെ രാത്രി 7 മണിയോടെയാണ് പത്തനംതിട്ട അടൂർ കോട്ടമുകൾ സ്വദേശിനി 31-കാരി ഷെഹ്നയെ വീടിനുള്ളിൽ സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയം ഷെഹ്നയുടെ ആൺസുഹൃത്തും വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും ഉച്ചത്തിലുള്ള ശബ്ദം അയൽവാസികൾ കേട്ടിരുന്നു. പന്തികേട് തോന്നിയ അയൽവാസികൾ വാർഡ് കൗൺസിലറെ വിവരമറിയിച്ചു. വാർഡ് കൗൺസിലർ നസ്മൽ കാവിളയും അയൽവാസികളും വീട്ടിലേക്കെത്തി. വാതിൽ അകത്തു നിന്നും അടച്ചിട്ട നിലയിലായിരുന്നു. വാതിൽ തുറന്നത് ആൺസുഹൃത്താണ്. വീടിനകത്ത് ഷെഹ്ന ഷാളിൽ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അടൂർ പോലീസ് സ്ഥലത്തെത്തി ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തു. ഇന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. മകളെ ആൺസുഹൃത്ത് കൊന്നതാണെന്ന് ഷെഹ്നയുടെ മാതാവ് പ്രതികരിച്ചു. ഷെഹ്നയുമായി വാക്കുതർക്കം നടന്നതായും ഷെഹ്നയെ മർദ്ദിച്ചതായും ചോദ്യം ചെയ്യലിൽ ആൺസുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് വ്യക്തമാക്കിയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ആത്മഹത്യയാണ് എന്ന് പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലുള്ള ആൺസുഹൃത്തിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. മരിച്ച ഷെഹ്ന ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു ഷെഹ്ന. സംഭവം നടക്കുമ്പോൾ ഷെഹ്നയുടെ മാതാവും കുഞ്ഞും വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടിനുള്ളിൽ ഷെഹ്നയും ആൺസുഹൃത്തും തമ്മിൽ തർക്കവും കയ്യാങ്കളിയും നടന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഷിഹാസ്. ശരി പ്രവീൺ, ശരി.